ഈ കാണുന്ന ഭംഗിയുള്ള കല്ലടിക്കോടൻ മലനിരകൾക്കിടയിലൂടെ നമ്മൾ ഇന്ന് പോകുന്നത് മീൻവല്ലം വാട്ടർഫാൾസ് കാണാനാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ കാണുന്നത് പാലക്കാട് നിന്ന് കല്ലടിക്കോട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ പോലത്തെ ഒരു റൂട്ടാണ്. യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ റൂട്ട് നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കല്ലടിക്കോട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ടൗൺ പോലെ തന്നെയാണ് ഇവിടെ. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. ഇത് ഇവിടെ നിന്നിട്ട് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്, കനാൽ റോഡ് എന്നാണ് ആ റോഡിൻ്റെ പേര്. അപ്പോൾ ആ റോഡിലൂടെ നമുക്കങ്ങനെ കുറേ ദൂരം പോകണം, ഏകദേശം കുറച്ചുള്ളിലേക്ക് നന്നായിട്ട് പോകാനായിട്ടുണ്ട്. നമ്മൾ പോണ വഴിയിലുടനീളം നമുക്ക് ഈ മലയുടെ നല്ല ഭംഗിയുള്ള കാഴ്ച കാണാനായിട്ടുണ്ട്. നല്ല തെളിഞ്ഞ കാലാവസ്ഥ കൂടി ആയതുകൊണ്ടാണ് നമുക്ക് ഈ മലകളൊക്കെ ഒരുപാട് അടുത്തുനിന്ന് കാണുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. റോഡ് ഇത്ര മികച്ച റോഡെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൻ്റെ ഇടയിലൂടെ ആയതുകൂടി കൊണ്ടാണ് നന്നായി ഷെയ്ക്കാവുന്നത്. നമ്മൾ മീൻവല്ലം വാട്ടർഫാൾസിൻ്റെ റോഡിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം കടകളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ ടൗണിൽ നിന്ന് തന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ അങ്ങനെ കാണാൻ പോകുന്ന ആൾക്കാർ ഒരുപാട് സമയമൊക്കെ ആവുകയാണെങ്കിൽ ഭക്ഷണ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസൊക്കെ വേണമെങ്കിൽ വാങ്ങി കയ്യിൽ കയറിയാൽ നന്നായിരിക്കും. ഉള്ളിലോട്ട് കടകളൊക്കെ വളരെ കുറവാണ്, തീരെ ഇല്ലയെന്ന് തന്നെ പറയാം. ഈ കാണുന്നത് മീൻവല്ലം വാട്ടർഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു കുഞ്ഞരുവി അല്ലെങ്കിൽ കനാൽ എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ വെള്ളം ഡിസംബർ മാസമായതുകൊണ്ടാണ് വെള്ളം ഇത്ര കുറവ്. അതുമാത്രമല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് ഒഴുകുന്നത്. ഇപ്പോൾ മഴ സമയമൊക്കെ ആണെങ്കിലായിരിക്കും ഇത്ര തെളിച്ചൊന്നും ഉണ്ടാവില്ല വെള്ളത്തിന്, നല്ല കലങ്ങിയും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒഴുകുന്നുണ്ടാവുക. എന്നാൽ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചുറ്റും നിറയെ മരങ്ങളും കവുങ്ങുകളും അതുപോലെ വാഴ, ഇനി ഒരു പ്രത്യേക ചെടി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാം കൂടി കൂടിക്കലർന്ന് അങ്ങനെ ഒരു തോട്ടങ്ങൾ പോലെയാണ് കാണാൻ പറ്റുന്നത്. ചില ഭാഗങ്ങളിൽ കാപ്പിൻ്റെ ചെടിയൊക്കെ കാണാനുണ്ട്, അതുപോലെ കുരുമുളക്, പിന്നെ തെങ്ങ്, അതുപോലെ ജാതിക്ക, അങ്ങനെ പലതരം മരങ്ങളും ചെടികളും ഒക്കെ കാണാനുണ്ട്. നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന കനാൽ റോഡിൻ്റെ സൈഡിലെ റോഡിലൂടെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ നേരെ പോയി കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം വാട്ടർഫാൾസ് കാണാനായിട്ട് പോകേണ്ടത്. അപ്പോൾ വാട്ടർഫാൾസിൻ്റെ ഒരു 2 കിലോമീറ്റർ മുൻപാണ് ടിക്കറ്റിൻ്റെ കൗണ്ടർ. അപ്പോൾ ഈ ജംഗ്ഷൻ ഇതൊരു 3 റോഡ് കൂടുന്നൊരു ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. പക്ഷേ ഈ ജംഗ്ഷനിലുള്ള റൈറ്റിലെ റൂട്ടിലാണ് നമ്മുടെ മീൻവല്ലം വാട്ടർഫാൾസ് ഉള്ളത്. അപ്പോൾ ആദ്യം അവിടെ പോയി ടിക്കറ്റ് എടുത്ത് വന്ന ശേഷം പിന്നെ നമ്മൾ തിരിച്ച് ഈ റൂട്ടിലൂടെ തന്നെയാണ് മീൻവല്ലം വാട്ടർഫാൾസിലേക്ക് പോണത്. ഒരാൾക്ക് ടിക്കറ്റിന് 25 രൂപയാണ്. മുതിർന്ന ഒരാൾക്ക്, കുട്ടികൾക്കാണെങ്കിൽ 15 രൂപയുള്ളൂ. പിന്നെ 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുത്തു, ഫോൺ നമ്പർ, അഡ്രസ്സ്, വണ്ടിയുടെ നമ്പറൊക്കെ കൊടുത്തു. ഇവിടെ ഫോൺ പേയും ഗൂഗിൾ പേ അങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ക്യാഷ് പേയ്മെൻറ്റ് ഇല്ല. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണിക്കാണ്. അപ്പോൾ 9 മണി മുതൽ 3 മണി വരെ എന്നതാണ് അവരുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി അനുകൂല സാഹചര്യമാണെങ്കിൽ ഹോളിഡേയ്സിലും അതുപോലെ സ്പെഷ്യലായിട്ടുള്ള ഡേയ്സിലൊക്കെ, വെക്കേഷൻ ടൈമിലൊക്കെ കുറച്ചുകൂടി സമയം അവർ അനുവദിച്ചു തരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ബോർഡൊക്കെ കാണാനുണ്ട്. ഇവിടെ നിന്ന് മീൻവല്ലം വാട്ടർഫാൾസിലേക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് ആ ബോർഡിൽ. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ വാട്ടർഫാൾസ് എത്താം. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകുമ്പോൾ കണ്ടൊരു മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇത് മീൻവല്ലം വാട്ടർഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയാണ്. ഈ അരുവിയാണ് പിന്നീട് അവിടെ കനാലായിട്ട് ഒഴുകുന്നത്. ഇത്രയും നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് കയറി കുളിക്കാനൊക്കെ തോന്നും. അപ്പോൾ കുറേ പേര് വിസിറ്റ് ചെയ്യാൻ വരുന്നതിൽ തന്നെ കുറേ പേര് വെള്ളത്തിൽ കിടന്ന് കുളിക്കും, അതുപോലെ കളിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വെള്ളത്തിൽ, കുട്ടികളായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ, നിരവധി ആൾക്കാരെ കാണാനുണ്ട്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നല്ല വെള്ളമുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങുകയൊക്കെ ചെയ്യണമെങ്കിൽ. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പോകാനായിട്ട്. അപ്പോൾ എൻട്രൻസ് എത്താറായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ വാഹനങ്ങൾ ഇത്ര തിരക്കുള്ളത്. അതുമാത്രമല്ല ഈ പോണ വഴിക്ക് നിരവധി നീർച്ചാലുകൾ കാണാനായിട്ടുണ്ട്. റോഡ് ക്രോസ് ചെയ്തൊരു ഇഷ്ടം പോലെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് തൊട്ട് മുൻപിലാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ വാട്ടർഫാൾസ് വരെ നടന്ന് പോവുക ചെയ്യാം. പിന്നെ ഇത് ശരിക്കും ഒരു ജലവൈദ്യുത പദ്ധതിയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്.
അപ്പോൾ ഈ കാണുന്ന കുഞ്ഞ് എൻട്രൻസിലൂടെയാണ് നമുക്ക് അകത്തേക്ക് പോകേണ്ടത്. സ്വകാര്യ വാഹനങ്ങളുടെ പ്രവേശനം ഇവിടെ നിരോധിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ മാത്രം വാഹനങ്ങളുടെ അകത്തേക്ക് കടത്തി വിടുള്ളൂ. അതുപോലെ ടിക്കറ്റ് ഇല്ലാത്തവരെ അകത്തേക്ക് കയറ്റി വിടില്ല. അത് മാത്രമല്ല ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് മീൻവല്ലം വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള കുറേ അനിമൽസിൻ്റെ സൈൻ ബോർഡുകളൊക്കെ ഓരോ ഭാഗങ്ങളിലും കാണാനായിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള അരുവിയാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഈ അരുവി ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ട് എത്താനായിട്ട്. പിന്നെ നല്ല വെള്ളമുള്ള സമയത്ത് ഇത് ഈ കാണുന്ന പാലത്തിലൂടെയാണ് ജീവനക്കാരൊക്കെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് കുറേ പേര് വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഒഴിവ് ദിവസമായത് കൊണ്ടാണ് അത്യാവശ്യം കുറേ ഫാമിലിയൊക്കെ വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നിട്ടുണ്ട്. കുറേ പേര് വെള്ളത്തിലിറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒഴുക്ക് കുറവായതുകൊണ്ട് അത്ര വലിയ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. വെള്ളം കുറവാണെന്ന് പറഞ്ഞാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം പാറകളിലൊക്കെ ചിലതിലൊക്കെ നല്ല വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നടക്കുമ്പോഴും അതുപോലെ നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാനൊക്കെ. ഈ ഒരു കുഞ്ഞ് അരുവി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് കയറ്റമാണ് മേലോട്ടുള്ളത്. അപ്പോൾ ആ നേരെ ചെന്നെത്തുന്നത് ഈ ജലവൈദ്യുത പദ്ധതിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ ബോർഡൊക്കെ ഉണ്ട്. ഈ നമ്മുടെ എൻട്രൻസിൻ്റെ ഗേറ്റിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം വരും ഈ ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക്. ജലവൈദ്യുത പദ്ധതിയുടെ പ്രോസസ്സ് കഴിഞ്ഞ് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല ശക്തിയിൽ നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് വലിയ റോഡല്ല, ഒരു ഏകദേശം ഒരാൾക്ക് നടക്കാൻ പാകത്തിനുള്ള ഒരു കുഞ്ഞ് ഇടുങ്ങിയതുപോലത്തെ ഒരു വഴിയാണ്. അപ്പോൾ അതിന് ചുറ്റും കണ്ടോ കൈവരികളൊക്കെ കെട്ടിയിട്ട് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അങ്ങോട്ടുള്ള എൻട്രി, വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ള എൻട്രിയൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള ബോർഡ് നമുക്ക് കാണാനുണ്ട് അവിടെ. അപ്പോൾ ഈ സൈഡിലൂടെ ചെറുതായിട്ട് നമുക്ക് മേലെ നിൽക്കുമ്പോൾ മരങ്ങളുടെ ഇടയിലൂടെ കാണാൻ പറ്റുള്ളൂ. ഇനി താഴത്തോട്ട് ഇറങ്ങി നോക്കാം, അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം മീൻവല്ലം വാട്ടർഫാൾസ്. അപ്പോൾ മഴയില്ലാത്ത സമയം ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര ശക്തി കുറവായി ഒഴുകുന്നത്. നല്ല മഴയുള്ള സമയത്ത് നല്ല ശക്തിയിലാണ് ഒഴുകുക. അതുമാത്രമല്ല നമ്മൾ പൊതുവെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ആൾക്കാർ പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ തടഞ്ഞു വെച്ചിരിക്കണം. മുൻപ് വന്ന വിനോദസഞ്ചാരികൾ ആരൊക്കെയും അതിൻ്റെ മേലെ കയറിയിട്ട് മരണപ്പെട്ടു എന്നൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടുള്ള യാത്ര ഇപ്പോൾ തടസ്സപ്പെടുത്തി വെച്ചിരിക്കണം. നമുക്ക് കുറച്ച് ബാക്കിൽ നിന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഒഴുകിപ്പോകുന്ന അരുവിയാണ് നമ്മൾ നേരത്തെ കണ്ട കനാലിലൂടെ ഒഴുകിപ്പോകുന്നതും ഈ അരുവി തന്നെയാണ്. നമ്മളങ്ങനെ വെള്ളച്ചാട്ടമെല്ലാം കണ്ട് അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് അരുവി ക്രോസ് ചെയ്യുന്നത് പാലത്തിലൂടെ ക്രോസ് ചെയ്യാമെന്ന് കരുതി വന്നതാണ്. ഈ കാണുന്ന കുഞ്ഞു പാലത്തിലൂടെയാണ് നല്ല മഴയുള്ള സമയങ്ങളിൽ അതുപോലെ വെള്ളമൊക്കെ കൂടുതലായി ക്രോസ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ ഈ വൈദ്യുത സ്റ്റേഷനിലെ ഓഫീസിലെ ജീവനക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പാലമാണ്. പാലം എന്ന് പറയാൻ പറ്റില്ല, ഒരു 3-4 കവുങ്ങിൻ്റെ തടി ഇങ്ങനെ ക്രോസായി വെച്ചിട്ട് ഒരു തൽക്കാലത്തേക്കൊരു സംവിധാനം പോലെ അവർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് മീൻവല്ലം വാട്ടർഫാൾസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരിച്ചിറങ്ങി എൻട്രൻസിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നീർച്ചാലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയും കളിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ചെറുതായിട്ട് റോഡിനോട് ക്രോസ് ചെയ്തിട്ടാണ് ഈ അരുവി ഒഴുകുന്നത്. അത് മാത്രമല്ല വെള്ളച്ചാട്ടത്തിൽ കുളിക്കാതെ നിരാശരായി മടങ്ങുന്നവർക്ക് അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. വെറും 100 രൂപ മാത്രമേ ഉള്ളൂ ഫീസ്. മറ്റൊരു കാഴ്ചയുടെ വിശേഷങ്ങളുമായി ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.